3 ലോക ഭിന്നശേഷി ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. നമ്മൾ എന്തിനാണ് ആ ദിവസം ആചരിക്കുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്ക് നോക്കാം. ലോക വികലാംഗ ദിനം. ഐക്യരാഷ്ട്രസഭ 1992 മുതൽ പ്രോത്സാഹിപ്പിച്ചു വരുന്ന ഒരു ദിനാചരണമാണ് അവശതയുള്ള ജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. ലോക വികലാംഗ ദിനം എന്നും അറിയപ്പെടുന്നു. എല്ലാ വർഷവും ഡിസംബർ 3 ലോകമെമ്പാടും വിവിധ തലങ്ങളിൽ വിജയകരമായി ഈ ദിനം ആചരിക്കപ്പെടുന്നു. 1976 ഐക്യരാഷ്ട്രസഭ 1981 അന്താരാഷ്ട്ര വികലാംഗ വർഷമായി പ്രഖ്യാപിച്ചു. 1983 1992 അന്താരാഷ്ട്ര വികലാംഗ ദശാബ്ദമായി ഐക്യരാഷ്ട്രസഭ നേതൃത്വത്തിൽ ആചരിക്കുന്നു. 1992 മുതലാണ് ഡിസംബർ 3 അവശതയുള്ള ജനങ്ങളുടെ ദിവസമായി ആചരിക്കാൻ തുടങ്ങിയത്. അവശതയുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവശതയുള്ളവരുടെ അന്തസ്സും അവകാശവും സംരക്ഷിക്കാനും വേണ്ട സഹായം ഉറപ്പാക്കാനുമാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് അവർക്കുണ്ടാകേണ്ട നേട്ടങ്ങൾ ഏകോപിച്ച് അവരെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. അവശതയുള്ളവരുടെ അന്താരാഷ്ട്ര ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിസബിൾഡ് പേഴ്സൺ. നമുക്ക് കുറച്ച് മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടാലോ? ഫിഡ കാഹിലോ. ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് കലാകാരെ പ്രചോദിപ്പിച്ച അതുല്യയായ മെക്സിക്കൻ കലാകാരിയായിരുന്നു ഫിഡ കാഹിലോ. നട്ടെല്ലിന്റെയും കാലിന്റെയും വളർച്ചയെ ബാധിച്ച സ്പൈന ബിഫിഡ എന്ന അവസ്ഥയുമായി അവർ ജനിച്ചു. കുട്ടിക്കാലത്ത് പോളിയോയും തുടർന്ന് മാസങ്ങളോളം കിടപ്പിലാക്കിയ ബസ് അപകടവും അവരെ തളർത്തിയെങ്കിലും ആ പോരാട്ടങ്ങൾക്കിടയിലും കാഹിലോ അവളുടെ വേദനയെ ചിത്രകലയിലേക്ക് ആവാഹിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ഹെലൻ കെല്ലർ. ബാല്യകാലത്ത് തന്നെ ബധിരയും അന്ധയുമായ ഹെലൻ കെല്ലർ തന്റെ വൈകല്യത്തെ അതിജീവിച്ച് പ്രമുഖ എഴുത്തുകാരിയും രാഷ്ട്രീയ പ്രവർത്തകയും പ്രഭാഷകയുമായി. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന അവരുടെ ആത്മകഥയിൽ ചിത്രീകരിക്കുന്ന കെല്ലറുടെ ജീവിതം സമാനമായ വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് പ്രചോദനമായി. ബീഥോവൻ. ലോക പ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദ്വാനുമായിരുന്നു ബീഥോവൻ. ലോകത്തെ ഏറെ ആദരിക്കപ്പെട്ടതും സ്വാധീനം ചെലുത്തിയതുമായ സംഗീതജ്ഞരിൽ ഒരാളായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ക്രമേണ കേൾവിശക്തി കുറയുകയും തുടർന്ന് പൂർണ്ണമായും കേൾവിശക്തി നഷ്ടമാവുകയും ചെയ്തു. എന്നിരുന്നാലും തന്റെ പ്രശസ്തമായ സൃഷ്ടികൾക്ക് സംഗീതം നൽകുകയും അവതരിപ്പിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെ കുറിച്ച് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. നാഡീകോശങ്ങളെ തളർത്തുന്ന മാരകമായ അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന രോഗബാധിതനായിരുന്നു ഇദ്ദേഹം. 2018 മാർച്ച് 14 അദ്ദേഹം അന്തരിച്ചു. ഷേഖർ നായിക്. 2011 ഇംഗ്ലണ്ടിൽ നടന്ന T20 ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് ശേഖർ നായിക്. സുധാചന്ദ്രൻ. നർത്തകിയും അഭിനേത്രിയുമാണ് സുധാചന്ദ്രൻ. 17-ാം വയസ്സിൽ ഒരു കാൽ അപകടത്തെ തുടർന്ന് നഷ്ടപ്പെടുകയും മരക്കാലിന്റെ സഹായത്താൽ ഇന്നും നൃത്തത്തിന്റെയും സിനിമയുടെയും ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയാണ് സുധാചന്ദ്രൻ. KB റാബിയ. 1990 മലപ്പുറം ജില്ലയിൽ നടന്ന കേരള സംസ്ഥാന സാക്ഷരതാ ക്യാമ്പയിനിലെ തന്റെ പങ്ക് വഴി പ്രശസ്തിയിലേക്ക് ഉയർന്ന മലപ്പുറം ജില്ലയിലെ വെള്ളിലക്കാട് സ്വദേശിയായ റാബിയ ശാരീരിക വൈകല്യമുള്ള സാമൂഹിക പ്രവർത്തകയാണ്. 2022 ജനുവരിയിൽ അവർക്ക് പത്മശ്രീ ബഹുമതി ലഭിച്ചു.